അമിതചിന്ത പലപ്പോഴും നമ്മളെ ഒരുപാട് അലട്ടാറുണ്ട്. അത് നമ്മുടെ മാനസിക ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യും. എന്നാൽ ഈ അമിതചിന്തയ്ക്ക് ഭഗവത്ഗീത ചില പരിഹാരങ്ങൾ നൽകുന്നുണ്ട്. ചിന്തകളെ പാടെ ഉപേക്ഷിച്ച് മനസ്സിനെ ശൂന്യമാക്കാനല്ല ഗീതയിൽ പറയുന്നത്. മറിച്ച് മനസ്സിനെ നിയന്ത്രിക്കാനാണ് നമ്മൾ പഠിക്കേണ്ടത്. തന്റെ ചിന്തകളിൽ നിന്ന് മുക്തി നേടാൻ കൃഷ്ണൻ അർജുനനോട് ആവശ്യപ്പെടുന്നില്ല. പകരം ആ ചിന്തകളെ അതിജീവിക്കാനും അവയെ നയിക്കാനുമാണ് അർജുനനെ പ്രേരിപ്പിക്കുന്നത്. അർജുനൻ വൈകാരിക സംഘർഷത്തിൽ അകപ്പെട്ടപ്പോൾ കൃഷ്ണൻ അത് തള്ളിക്കളഞ്ഞില്ല, ഒരു പടി പിന്നോട്ടു പോകാനാണ് ഉപദേശിച്ചത്. നിങ്ങൾക്കില്ലാത്ത എന്തെങ്കിലും ആഗ്രഹിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന എന്തെങ്കിലും നഷ്ടപ്പെടുമോ എന്ന ഭയം, ഈ രണ്ട് കാര്യങ്ങളിൽ നിന്നാണ് അമിതചിന്ത ഉടലെടുക്കുന്നത്. ഇതിനർത്ഥം നിങ്ങൾ വസ്തുക്കളെ ആഗ്രഹിക്കുന്നത് നിർത്തണം എന്നല്ല. കൃഷ്ണൻ അർജുനനോട് ലോകം ത്യജിക്കാൻ പറയുന്നില്ല. ഭഗവാൻ പഠിപ്പിക്കുന്നത് അകൽച്ച മാത്രമാണ്. ഗീതയിൽ പറയുന്നതുപോലെ നിങ്ങൾക്ക് ആഗ്രഹിക്കാം, എന്നാൽ അവ നിങ്ങളെ കീഴടക്കാൻ അനുവദിക്കരുത്. അമിതചിന്ത നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയെ തടസ്സപ്പെടുത്തും. അമിതമായി ചിന്തിക്കുന്നത് പ്രവൃത്തിയെ വൈകിപ്പിക്കുന്നുവെന്നും ഭഗവത്ഗീത പറയുന്നു. അർജുനന്റെ ഏറ്റവും വലിയ പ്രതിസന്ധി യുദ്ധഭയമായിരുന്നില്ല, മറിച്ച് തെറ്റായ നീക്കം നടത്തുമോ എന്ന ഭയമായിരുന്നു. ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൽ വിജയവും പരാജയവും സ്വാഭാവികമാണ്. അതിനാൽ ഫലത്തെക്കുറിച്ച് ചിന്തിക്കാതെ കർമ്മത്തിൽ പൂർണ്ണ ശ്രദ്ധ പുലർത്തണമെന്നും ഗീതയിൽ വ്യക്തമാക്കുന്നു.